ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടി എത്രയാണോ എടുത്തത് അതിൻ്റെ നേരെ പകുതി തന്നെ റവ എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയൊന്നുമല്ല, വറുത്തതായാലും പ്രശ്നമില്ല, വറുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്നാക്കാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാനും ആ ഉപ്പിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട്. ഇനി ഒരു 2 ഏലക്ക ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. മാവിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പരുവം അധികം കട്ടിയല്ല, അധികം ലൂസും അല്ല. അപ്പോൾ ഈ ഒരു അളവിന് നമുക്ക് 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടി വരിക. പഞ്ചസാര താല്പര്യമില്ല, നിങ്ങൾക്ക് ശർക്കര ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും കുറക്കണം. പൊടികൾ ഈ ഒരു അളവിലാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ 1/2 ശർക്കരയാണ് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി വരാം. പിന്നെ നല്ല മധുരമൊക്കെ വേണമെങ്കിൽ 2 ശർക്കര വരെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ പാല് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മാവ് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പകുതിയോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്തത്. ഇതിന് വേണം നിർബന്ധമില്ല, നമ്മൾ സാധാരണ നെയ്യപ്പം റെഡിയാക്കി എടുക്കുന്നത് പോലെ ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഓയിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല തീരൊന്നല്ല ഫ്രൈ ചെയ്യേണ്ടത്, ഒരു മീഡിയം ടു ലോയിൽ വെച്ചാൽ മതി. 2 ഭാഗം നല്ല ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു പലഹാരമാണ്. തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്തത്. പലരുടെ കൈമിൽ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ളവർ ചീനച്ചട്ടി ചെയ്താൽ മതി. ഈ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ മാവ് തീരുന്നവരെ ഫ്രൈ ചെയ്യാം. രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഗോതമ്പ് പൊടിയും റവയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.